ചെറുതെങ്കിലും ഇമ്മിണി ബല്യകാര്യം. കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരുന്ന ഒരു സീരീസിൻ്റെ ബാക്കി കാണാനായി നെറ്റ്ഫ്ലിക്സ് എടുത്തു. അപ്പോഴാണ് ഒരു സിനിമയുടെ പരസ്യം കാണുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ നിന്നും തിയേറ്ററിൽ നിന്നും മനഃപൂർവ്വം കാണാതെ ഒഴിവാക്കിയ ഒരു സിനിമയുടെ പരസ്യം. മറ്റൊന്നുമല്ല, എപ്പോൾ ചാനലിൽ വന്നാലും ഇരുന്ന് കാണുന്ന 4-5 തവണ കണ്ടിട്ടുള്ള റിപ്പീറ്റായി അതിലെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ എന്ന ബ്രഹ്മാണ്ഡ സിനിമയുടെ വില കളഞ്ഞ രണ്ടാം ഭാഗത്തെക്കുറിച്ചാണ്. ഇതൊരു സിനിമ റിവ്യൂ അല്ല. ഈ ഒരു സിനിമയെ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത് എന്നെനിക്കറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്. സിനിമ ഞാൻ കണ്ടു. ഏതോ ഒരു മർമാണി വിദ്യക്കാരൻ മർമ്മങ്ങളെക്കുറിച്ച് എടുക്കുന്ന ഒരു ക്ലാസ് പോലെയാണ് എനിക്ക് ആ സിനിമ തോന്നിയത്. ഒരൊറ്റ കുത്തിന് നമ്മുടെ സെക്ഷുവാലിറ്റി വരെ മാറ്റിക്കളയുന്ന പൊക്കിളിന് താഴെയുള്ള പതിവ്രതാമർമ്മം, ഒരൊറ്റ തട്ടിന് 24 മണിക്കൂർ ഉറക്കിക്കളയുന്ന ഉറക്കകാലമർമ്മം, കൊഴിനാടി ഞരമ്പ് മർമ്മം, മരിക്കുന്ന നിമിഷം വരെ പാടിക്കൊണ്ടിരിക്കും, മുണ്ടുരുക്കി മർമ്മം, മരിക്കും വരെ കുതിരയെപ്പോലെ ഓടി നടക്കും, ഒട്ടുമർമ്മം, വാതുറക്കാൻ കഴിയില്ല, വായിൽ നിന്നും ഉമിനീര് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ മനോഹരമായ ഒരുപാട് മർമ്മങ്ങൾ. എന്നാൽ ഈ പറഞ്ഞ മർമ്മങ്ങളെയെല്ലാം മർമ്മം എന്നല്ല, വർമ്മം എന്നാണ് കമൽഹാസൻ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മർമ്മങ്ങൾ തമിഴ്നാട്ടിൽ വർമ്മമായിരിക്കുമോ? എനിക്കറിയില്ല. എന്തായാലും ഒരൊറ്റ സ്പർശനത്തിൽ മനുഷ്യനെ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള മർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് ഒന്നറിയണം എന്നെനിക്ക് തോന്നി. അതേക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ്. മർമ്മം അഥവാ വർമ്മം രണ്ടും 2 അർത്ഥങ്ങളുള്ള വാക്കുകളാണ്. വർമ്മം എന്ന വാക്ക് കമ്പരാമായണത്തിലെ വന്മം എന്ന വാക്കിൽ നിന്നുമാണത്രേ ഉണ്ടായിട്ടുള്ളത്. ഈ വാക്കിൻ്റെ അർത്ഥം പടച്ചട്ട എന്നാണ്. മനുഷ്യൻ്റെ ശരീരത്തിലെ ഈ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള അറിവ് ഒരു യോദ്ധാവിനെ സംബന്ധിച്ച് ഒരു പടച്ചട്ട പോലെയാണ് എന്നതുകൊണ്ടായിരിക്കാം ഇവിടെ വർമ്മം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ മർമ്മം എന്നത് ഒരു സംസ്കൃതം വാക്കാണ്. മൃ എന്ന വാക്കിൽ നിന്നുമാണത്രേ മർമ്മം എന്ന വാക്കുണ്ടായത്. മൃ എന്ന വാക്കിൻ്റെ അർത്ഥം മരണം എന്നാണ്. മനുഷ്യൻ്റെ ശരീരത്തിലെ ചില സ്ഥാനങ്ങളിൽ ക്ഷതമേൽക്കുമ്പോൾ അത് മരണകാരണമാവുകയാണെങ്കിൽ ആ സ്ഥാനങ്ങളെയാണത്രേ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മുടെ പൈതൃകം വിശദീകരിക്കുന്ന മർമ്മശാസ്ത്രത്തിന് ഏതാണ്ട് 5000 വർഷത്തെ പാരമ്പര്യമാണ് കണക്കാക്കിയിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ജീവൻ അല്ലെങ്കിൽ വായു തങ്ങി നിൽക്കുന്ന ഇടങ്ങളെയാണ് മർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്നും ഒരു വിശദീകരണമുണ്ട്. അഗസ്ത്യമുനിയുടെ ശിഷ്യനായ ഭോഗർ മുനി രചിച്ച ഭോഗർ പാടലി എന്ന കൃതിയിലാണത്രേ മർമ്മശാസ്ത്രത്തെ ആദ്യമായി വിശദീകരിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ചില ആയോധന കലകളിലാണ് ഇതാദ്യമായി പ്രാവർത്തികമാക്കി കൊണ്ടുവന്നത് എന്നും പറയപ്പെടുന്നു. ഈ രേഖകൾ വിശദീകരിക്കുന്ന അനുസരിച്ച് മനുഷ്യന്റെ ശരീരത്തിൽ 107 മർമ്മസ്ഥാനങ്ങളാണുള്ളത്. എന്നാൽ പല ഗുരുക്കന്മാരും പുതിയ ചില മർമ്മസ്ഥാനങ്ങൾ കൂട്ടിച്ചേർത്തതായും പറയപ്പെടുന്നുണ്ട്. ഈ മർമ്മസ്ഥാനങ്ങളെ പ്രധാനമായും 6 തരംതിരിച്ചിട്ടുള്ളത്. അസ്ഥിമർമ്മം, മാംസമർമ്മം, ധമനിമർമ്മം, സന്ധിമർമ്മം, സ്നായുമർമ്മം, സിരാമർമ്മം എന്നിങ്ങനെ. ഈ പറയുന്ന മർമ്മസ്ഥാനങ്ങളിൽ ഒരു ക്ഷതമേറ്റാൽ മരണം അല്ലെങ്കിൽ മരണത്തോട് ചേർന്നുള്ള വിപത്ത് സംഭവിക്കും എന്ന് തന്നെയാണ് രേഖകളിൽ പറയുന്നത്. നമ്മുടെ കാലുകളിൽ ഒരു കാലിൽ 11, മറ്റേ കാലിലും 11, അങ്ങനെ 22 മർമ്മങ്ങളാണുള്ളത്. കൈകളിലും അങ്ങനെ തന്നെ. ഒരു കൈയിൽ 11, മറ്റേ കൈയിൽ 11, 22 മർമ്മങ്ങൾ. നെഞ്ചിൽ 9 മർമ്മങ്ങൾ, പുറത്ത് 14 മർമ്മങ്ങൾ, വയറ്റിൽ 3 മർമ്മങ്ങൾ. ഇങ്ങനെ 70 മർമ്മങ്ങളാണ് കഴുത്തിന് താഴേക്കായുള്ളത്. എന്നാൽ കഴുത്തിന് മുകളിലേക്കോ 37 മർമ്മങ്ങൾ. അങ്ങനെ മൊത്തം 107 മർമ്മങ്ങളാണ് മനുഷ്യന്റെ ശരീരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് മർമ്മമറിയുന്നവർ തല്ലില്ല എന്ന്. ശരീരം മുഴുവൻ മർമ്മങ്ങൾ കിടക്കുമ്പോൾ എങ്ങനെയാണ് ഒരാളെ തല്ലാൻ തോന്നുക? നമ്മുടെ ശരീരത്തിൽ ഒന്ന് അമർത്തി ഞെക്കുമ്പോൾ വേദന തോന്നുന്ന സ്ഥലങ്ങളിൽ ബഹുഭൂരിപക്ഷവും മർമ്മങ്ങളാണ്. മർമ്മകല അനുസരിച്ച് ഈ സ്ഥാനങ്ങളിലൂടെയാണ് ശരീരത്തിൽ ജീവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മർമ്മചികിത്സയിൽ ഈ പറയുന്ന സ്ഥാനങ്ങൾക്കെല്ലാം രോഗങ്ങളെ കുറയ്ക്കാനും ഇല്ലാതാക്കാനുമുള്ള കഴിവുള്ളതായി വിശദീകരിക്കുന്നു. ഒരു മനുഷ്യനെ രോഗാവസ്ഥയിലേക്ക് തള്ളിയിടാൻ മാത്രമല്ല, അവനിലുണ്ടാകുന്ന പല രോഗങ്ങളെയും ശമിപ്പിക്കാനും മർമ്മങ്ങൾക്ക് സാധിക്കുമെന്ന് മർമ്മചികിത്സയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതിനെ ഒരു ശാസ്ത്രമായും വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതിലെത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നെനിക്കറിയില്ല. കൂടുതലും കളരി ഗുരുക്കന്മാരാണ് മർമ്മ ചികിത്സ നടത്തുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ നാട്ടിലൊക്കെ ഒരു പൊട്ടലോ വീങ്ങലോ ഉണ്ടായാൽ ആദ്യം നേരെ ചെല്ലുന്നത് ഓർത്തോയെ കാണാനല്ല, ഒരു മർമ്മ ചികിത്സാലയത്തിലേക്കായിരിക്കും. അല്ലെങ്കിലും ഉഴിച്ചിലും പിഴിച്ചിലും നടത്താത്ത മലയാളികൾ കേരളത്തിലുണ്ട്. മർമ്മ ചികിത്സയുടെ തുടക്കക്കാരനായി പുരാണങ്ങൾ വിശദീകരിക്കുന്നത് പരശുരാമനെയാണ്. എന്നാൽ പല കഥകളിലും പരശുരാമനേക്കാൾ കൂടുതൽ മർമ്മസ്ഥാനങ്ങളെക്കുറിച്ച് അറിവുള്ളത് രാവണനാണ് എന്നും പറയപ്പെടുന്നുണ്ട്.
മർമ്മങ്ങളെ വേർതിരിക്കുന്നത് പോലെ തന്നെ മർമ്മവിദ്യകളെയും വേർതിരിക്കുന്നുണ്ട്. തൊടുമർമ്മം, പടുമർമ്മം, നോക്കുമർമ്മം, നാക്കുമർമ്മം, ഊത്തുമർമ്മം, തട്ടുമർമ്മം എന്നിങ്ങനെ പലതായി. തൊടുമർമ്മം അതായത് മനുഷ്യ ശരീരത്തിലെ മർമ്മസ്ഥാനങ്ങളിൽ ചില മർമ്മങ്ങളിൽ ഒന്ന് തൊടുകയോ അല്ലെങ്കിൽ ഒന്ന് അമർത്തുകയോ ചെയ്യുന്നതിലൂടെ എതിരാളിയെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന മർമ്മങ്ങളെയാണ് തൊടുമർമ്മങ്ങൾ എന്ന് പറയുന്നത്. 107 മർമ്മങ്ങളിൽ 96 എണ്ണവും തൊടുമർമ്മമായാണ് കണക്കാക്കപ്പെടുന്നത്. കഥകളിൽ രാവണൻ പറയുന്നത് തൊടുമർമ്മം അറിയുന്നവന് എതിരാളിയെ തോൽപ്പിക്കാൻ ആയുധം വേണ്ട, ഒരു സ്പർശനം മാത്രം മതി എന്നാണ്. അടുത്തതായി പടുമർമ്മമാണ്. അതായത് തൊടുമർമ്മത്തിൽ നിന്നും വിപരീതമായി ചില മർമ്മസ്ഥാനങ്ങളിൽ സ്പർശനത്തിന് പകരം എതിരാളിയെ കീഴടക്കാൻ ശക്തമായ പ്രഹരം ആവശ്യമായിട്ടുണ്ട്. അത്തരം മർമ്മങ്ങളെയാണ് പടുമർമ്മങ്ങൾ എന്ന് വിളിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ 107 മർമ്മങ്ങളിൽ 96 എണ്ണം തൊടുമർമ്മങ്ങളാണ് എങ്കിൽ ബാക്കി 11 എണ്ണം പടുമർമ്മങ്ങളാണ് എന്നാണ് രേഖകൾ പറയുന്നത്. പിന്നീട് പറയപ്പെടുന്ന ഒന്ന് നോക്കുമർമ്മമാണ്. അത് പല കഥകളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ മുനിമാർ കാട്ടിലൂടെ നടന്നു വരുന്ന ആനകളെ ഒറ്റ നോട്ടം കൊണ്ട് നിശ്ചലരാക്കി എന്ന് കഥകളിൽ മാത്രം കേട്ടിട്ടുണ്ട്. ആ മർമ്മത്തെയാണ് നോക്കുമർമ്മം എന്ന് പറയുന്നത്. ഊത്തുമർമ്മവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു മർമ്മം. ശക്തമായി ഊതുന്നതിലൂടെ, ശക്തമായ ഊത്തിലൂടെ എതിരാളിയെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന ചില മർമ്മങ്ങൾ. നാക്കുമർമ്മം എന്നാൽ എതിരാളിയുടെ നാവിനെ തളർത്തുന്ന, അവരുടെ സംസാരശേഷിയെ തളർത്താൻ സാധിക്കുന്ന ചില മർമ്മങ്ങളെയാണ് നാക്കുമർമ്മങ്ങൾ എന്ന് പറയുന്നത്. പിന്നീടുള്ളത് തട്ടുമർമ്മമാണ്. അതായത് തട്ടിൽ മാത്രം രഹസ്യമായി ഉപയോഗിക്കാൻ വേണ്ടി ചില ഗുരുക്കന്മാർ അവരുടെ പ്രധാന ശിഷ്യന്മാർക്ക് രഹസ്യമായി പറഞ്ഞു കൊടുക്കുന്ന മർമ്മസ്ഥാനങ്ങളെയാണ് തട്ടുമർമ്മങ്ങൾ എന്ന് വിളിക്കുന്നത്. പൊതുവെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, കളരിയിൽ മാത്രമാണ് മർമ്മസ്ഥാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ന്. എന്നാൽ അങ്ങനെയല്ല. പല മാർഷൽ ആർട്സിലും ഇത്തരത്തിലുള്ള മർമ്മസ്ഥാനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അത് പല പേരുകളിലാണ് എന്ന് മാത്രം. ഡെത്ത് ടച്ച്, ഡിമാക്ക് എന്നിങ്ങനെ പല പേരുകളിലും ഇത് പല മാർഷൽ ആർട്സിലും പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ടൂർണമെന്റിന് നമ്മൾ പോകുമ്പോൾ എത്രയൊക്കെ പ്രൊവോക്ഡ് ആയാലും ശരി, ഇത്തരം ഡിമാക്ക് പോയിന്റ്സിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കരാത്തയിൽ വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മർമ്മങ്ങളെക്കുറിച്ച് കൗതുകം തോന്നിയ ഞാൻ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ഈ പറഞ്ഞ വിശദീകരണങ്ങളിലേക്ക് ചെന്നെത്തിയത്. പക്ഷേ ഈ പറഞ്ഞ 96 തൊടുമർമ്മങ്ങളിലും 11 പടുമർമ്മങ്ങളിലും പതിവ്രതാ മർമ്മത്തെയോ മുണ്ടുരിക്ക മർമ്മത്തെയോ ഉറക്കകാല മർമ്മത്തെയോ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഒരിക്കലും ശങ്കർ സിനിമയിൽ ഒരു യുക്തി ഞാൻ അന്വേഷിക്കാൻ പാടില്ലായിരുന്നു. ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ള മർമ്മങ്ങളും അതിൻ്റെ സൈഡ് എഫക്റ്റുമില്ല. അന്യൻ സിനിമയിൽ അന്യൻ.com എന്ന് പറയുന്ന ഒരു നരക വെബ്സൈറ്റ് പോലെ സിനിമയ്ക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ച വിവരക്കേടുകളായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇന്ത്യൻ 2 ഒരു നല്ല സിനിമയാണോ മോശം സിനിമയാണോ എന്ന ചർച്ച പുറത്ത് നടക്കുന്നുണ്ട്. ഒരിക്കലെങ്കിലും നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായും അതിലൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. പലരും പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നു, എങ്ങോട്ടേക്കോ പോകുന്നു. അതെന്താണെന്നോ ഏതാണെന്നോ നമുക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവില്ല. പലർക്കും പല സംശയങ്ങളുമുണ്ട്. സംവിധായകൻ പറയുന്നു, താത്ത 3ാമത് വരുമ്പോൾ ഈ സംശയങ്ങളൊക്കെ മാറും എന്ന്. താത്ത വരട്ടെ, 3ാമതും വരട്ടെ, സംശയം മാറട്ടെ. അപ്പോഴും എൻ്റെ ഭയം എത്ര മാത്രമേ ഉള്ളൂ. ഇനി 3ാമത്തെ വരവിലും ഇത്തരത്തിലുള്ള മുണ്ടുരിക്ക മർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കണ്ടേ എന്ന്.